പൂഞ്ഞാറിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്ന് ഇടത് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. BJP 3-ാം സ്ഥാനത്തേക്ക് പോകും. കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പ്രവർത്തനങ്ങളിലൂടെ മണ്ഡലം LDF നിലനിർത്തുമെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പൂഞ്ഞാറിലെ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് നമുക്ക് ചേരുന്നത്. പ്രചാരണമൊക്കെ തുടങ്ങി. എങ്ങനെയുണ്ട് മൊത്തത്തിലൊക്കെ? തുടങ്ങി. പ്രചരണം ഉഷാറായി പോകുന്നു. നമ്മളിവിടെ MLA ആയി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മണ്ഡലം എന്നുള്ള നിലയിൽ തുടക്കത്തിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല. വളരെ നല്ല നിലയിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ രാവിലെ ഇന്ന് ചെറിയ പെരുന്നാളായിരുന്നുകൊണ്ട് ഇവിടുത്തെ വിവിധ മസ്ജിദുകളിൽ പെരുന്നാൾ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളെയൊക്കെ കണ്ട് ഓട്ടഭ്യർത്ഥിക്കുകയും അവർക്ക് പെരുന്നാൾ ആശംസകൾ കൈമാറുകയൊക്കെ ആയിരുന്നു. എനിക്ക് നാളെ നോമിനേഷന് കെട്ടിവെക്കാനുള്ള പണം ആദരണീയനായ സ്വാതന്ത്ര്യ സമര സേനാനി, നമ്മുടെ ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഏക സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഈ രവീന്ദ്രൻ വൈദ്യരച്ചൻ. അദ്ദേഹം എനിക്ക് കെട്ടിവെക്കാനുള്ള പണം കൈമാറുന്നുണ്ട്. അദ്ദേഹം കോരുത്തോട്ടിലാണ്, അത് ഏറ്റുവാങ്ങണം. ഇവിടെ LDF വളരെ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. വളരെ ആധികാരികമായ വിജയമായിരിക്കും പൂഞ്ഞാറിൽ LDF-ന് ഉണ്ടാവുക. വളരെ ആധികാരികമായ വിജയമായിരിക്കും. PC ജോർജ് ഇവിടെ 37 വർഷം MLA ആയി പ്രവർത്തിച്ച ഒരാളാണ്. പിന്നെ BJP-യുടെ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. സ്വാഭാവികമായിട്ടൊരു ത്രികോണ മത്സരമുണ്ട്. കഴിഞ്ഞ തവണ എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് കിട്ടിയിരുന്നു. കാരണം 1-2 പഞ്ചായത്തുകൾ ഒഴിച്ച് എല്ലാ പഞ്ചായത്തിലും എനിക്കായിരുന്നു നല്ല നിലയിൽ ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ എൻ്റെ 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 1-2 പഞ്ചായത്ത് ഒഴികെ എല്ലാ പഞ്ചായത്തിലും ഭൂരിപക്ഷം കിട്ടി. അതിൽ പല പഞ്ചായത്തുകളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നല്ല മജോറിറ്റിയുള്ള പഞ്ചായത്തുകളുണ്ട്, ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് നല്ല മജോറിറ്റിയുള്ള പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ ഭൂരിപക്ഷം കിട്ടിയിരുന്നു. അപ്പോൾ ഇത്തവണയും അതേ സ്ഥിതി തന്നെയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും പിന്തുണയ്ക്കും. 15,000 അടുപ്പിച്ചായിരുന്നു ഭൂരിപക്ഷം. 17,000 ഇത്തവണ ആ ഭൂരിപക്ഷത്തെ മറികടക്കും. അതിലും മികച്ച ഭൂരിപക്ഷം ഉണ്ടാവും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF-ന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉള്ളത്. വളരെ മികച്ച രീതിയിൽ പൂഞ്ഞാർ ഇത്തവണ നിലനിർത്തും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പൂഞ്ഞാറിൽ നിന്ന് ജബുൻ തേക്കടിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.